Good evening. Sound clear അല്ലേ? സൗണ്ട് ക്ലിയർ ആണ് സാറേ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ 2 എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ വീക്ക് 15 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സോഴ്സസ് ഓഫ് ഫണ്ട്? താഴെ പറയുന്നതിൽ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്? ഫണ്ട് നമ്മൾ പഠിച്ചാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ഉണ്ടാവുന്ന, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വരുത്തുന്നതൊക്കെയാണ് നമ്മൾ എന്തിൽ പഠിച്ചിട്ടുള്ളത്? ഫണ്ടിന് ഫ്ലോ വരുത്തുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടായത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കി, അതിൽ നിന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് മനസ്സിലായി, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ആ ചേഞ്ച് എങ്ങനെയാണ് വന്നത്, ആ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സോഴ്സ് കൂടുതലായിരിക്കും. ആ സോഴ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ കുറവാണ്. അപ്പൊ ബാക്കിയുള്ള ഫണ്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ കാരണമായി. ഓക്കെ, അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സോഴ്സ് ഓഫ് ഫണ്ട്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, അത് സോഴ്സ് ഓഫ് ഫണ്ട് ആണോ? അല്ല. കാരണം എന്താണ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടിന് ഫ്ലോ സംഭവിക്കുന്നില്ല. ഒരു കറണ്ട് ഐറ്റവും മറ്റൊരു നോൺ കറണ്ട് ഐറ്റവും ഒരു ട്രാൻസാക്ഷനിൽ വരുമ്പോഴാണ് ഫണ്ടിനെ അഫക്ട് ചെയ്യുക. അത്തരം ട്രാൻസാക്ഷനാണ് ഫണ്ടിനെ അഫക്ട് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് എഗെയിൻസ്റ്റ് ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിന് പകരമായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അവിടെയും ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. രണ്ടും നോൺ കറണ്ട് ഐറ്റമാണ്. ആദ്യം പറഞ്ഞ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറും രണ്ട് നോൺ കറണ്ട് ഐറ്റമാണ് വരുന്നത്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിലും നോൺ കറണ്ട് ഐറ്റമാണ് വരുന്നത്, കറണ്ട് ഐറ്റത്തിനെ ബാധിക്കുന്നില്ല. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിന് പകരം ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അടുത്ത് നിന്ന് കറണ്ട് അസറ്റ് കുറയുന്നില്ല, കറണ്ട് അസറ്റ് കൂടുന്നില്ല, കറണ്ട് ലിയാബിലിറ്റിയും കുറയുന്നില്ല, കൂടുന്നില്ല. സോ അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല, അത് സോഴ്സ് ഓഫ് ഫണ്ടിലും വരുന്നില്ല. ദെൻ കൺവേർഷൻ ഓഫ് ഡിബെഞ്ചർ ഇൻ ടു ഷെയർ. ഡിബെഞ്ചറിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അവിടെയും ഫണ്ട് വരുന്നില്ല, ഫണ്ട് ഇൻക്രീസോ ഡിക്രീസോ വരുന്നില്ല. ഡിബെഞ്ചർ ഷെയർ രണ്ടും നോൺ കറണ്ട് ആയിട്ടാണ്. പിന്നെ അടുത്തത് കൺവേർഷൻ ഓഫ് ലോൺ ഇൻ ടു ഷെയർ. ലോൺ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ലോൺ എന്ന് വെറുതെ ലോൺ എന്ന് പറയുമ്പോൾ ലോങ് ടേം ലോൺ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ ഇതിൽ ഒന്നും തന്നെ സോഴ്സ് ഓഫ് ഫണ്ട് ഇല്ല. സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, അതുപോലെ തന്നെ ലോങ് ടേം ലോൺ, ഇതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നതാണ്. അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷന്, പിന്നെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും ഇതിൽ വന്നിട്ടില്ല. നൺ ഓഫ് ദീസ് ആർ ആൻസർ. In question number 2, which of the following rule stands true while preparing schedule of changes in working capital? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്നത് ശരിയായിട്ടുള്ളത് ഏതാണ്? ഇൻക്രീസിങ് കറണ്ട് അസറ്റ് ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്, ശരിയാണ്. ഇൻക്രീസിങ് കറണ്ട് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസിങ് കറണ്ട് അസറ്റ് ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് തെറ്റാണ്. മൂന്നാമത്തത് സി, ഇൻക്രീസിങ് കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും, അത് ശരിയാണ്. ഇൻക്രീസിങ് കറണ്ട് ലാബിലിറ്റി ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് തെറ്റാണ്.
സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ്? എയും സിയും ആണ്. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അത് നമ്മൾ പഠിച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. When total source of fund are 1,25,000 and total application of fund are 1,50,000, the result would be. നമ്മൾ പറഞ്ഞു സോഴ്സ് അപ്ലിക്കേഷനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിരിക്കും, തിരിച്ചാണെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. അപ്ലിക്കേഷൻ ആണ് കൂടുതലെങ്കിൽ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ. ഇവിടെ സോഴ്സ് കുറവാണ്. സോഴ്സ് 1,25,000 ഉള്ളൂ, അപ്ലിക്കേഷൻ 1,50,000 ഉണ്ട്. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള സോഴ്സ് ഫണ്ടായിട്ട് വന്നത് 1,25,000 വന്നിട്ടുള്ളൂ, പക്ഷേ 1,50,000 ഫണ്ട് ചെലവായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നിർത്തി ചെലവാക്കേണ്ടി വരും അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. സോ 25,000 ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, നെറ്റ് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. Then next question number 4. Which of the following statements are true while preparing fund flow statement? Fund flow statement താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഉള്ളത്? ഒന്ന്, a fund flow statement is prepared instead of balance sheet in the financial statement. അത് ശരിയല്ല, കാരണം ബാലൻസ് ഷീറ്റിന് പകരമല്ല ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. രണ്ട്, a fund flow statement is a statement explaining changes in cash position. Fund flow statement is a statement explaining changes in cash position. അത് കറക്റ്റ് അല്ല. ക്യാഷ് പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. Then statement number 3, fund from operation are the same as net profits. Net profit ഉം fund from operation ഉം സെയിം ആണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. കാരണം നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നോൺ കറണ്ട് നോൺ ഫണ്ട് ഐറ്റംസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ രണ്ടും സെയിം അല്ല. Point number 4, a fund flow statement is prepared only for joint stock companies. അതും ശരിയല്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് മാത്രമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ശരിയല്ല. Number 5, when fixed assets are purchased by issue of shares, there is neither source nor application of fund. ഫിക്സഡ് അസറ്റ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാണ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ബൈ ഇഷ്യൂയിങ് ഷെയർ ആണ്. അത് സോഴ്സും അല്ല അപ്ലിക്കേഷനും അല്ല എന്ന് പറഞ്ഞു. അത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. അവിടെ രണ്ടും നോൺ കറണ്ട് ഐറ്റംസ് ആണ് വരുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് രണ്ടും നോൺ കറണ്ട് ഐറ്റംസ് ആണ്. അതുകൊണ്ട് അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല, സോഴ്സും അല്ല അപ്ലിക്കേഷനും അല്ല. അപ്പൊ ഓപ്ഷൻ അതില് 5 മാത്രമാണ് കറക്റ്റ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following statements are true while preparing fund flow statements? Number 1, statement number 1, the term fund refers to working capital. Fund flow statement fund means working capital. That's the correct statement. Second one, loss on sale of machine should be added to net profit for calculating fund from operation. Machine വിറ്റപ്പോണ്ടായിട്ടുള്ള നഷ്ടം അല്ലെ, ഫിക്സഡ് അസറ്റുകൾ സെല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതുപോലെ തന്നെ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യും. സോ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ് ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അത് ആഡ് ബാക്ക് ചെയ്യും. അത് കറക്റ്റ് ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ ഷുഡ് ബി ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. Then statement number 3, statement of changes in financial position may be either fund flow statement or cash flow statements. അതും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ് പറഞ്ഞത്. ഫൈനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ച് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവാം.
അതിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നും ക്യാഷിലെ ചേഞ്ച് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. Then statement number 4, fund flow take place from transactions where one account is current and other is non-current. Fund flow means flow of fund take place. എങ്ങനെയാണ് ചോദ്യം? Flow of fund take place from transaction where one account is current and another account is non-current. കറക്റ്റ് ആണല്ലേ? ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടിൽ ഉണ്ടാവുന്ന ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റലിൽ ഫ്ലോ ഉണ്ടാവാം. അത് ഇൻഫ്ലോ ആവാം, ഔട്ട്ഫ്ലോ ആവാം. ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കണം. ആ ട്രാൻസാക്ഷനിൽ ഒരു ഐറ്റം കറണ്ടും ഒരു ഐറ്റം നോൺ കറണ്ടും ആവാം. രണ്ടും ഒരേപോലത്തെ ഐറ്റം ആണെങ്കിൽ, ഡെബിറ്റും ക്രെഡിറ്റും കറണ്ട് ഐറ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും നോൺ കറണ്ട് ഐറ്റം ആണെങ്കിൽ അത് ഫ്ലോ ഫണ്ടിന് കാരണമാവില്ല. രണ്ടും ഓപ്പോസിറ്റ് ഐറ്റംസ് ആവാം. നമ്പർ 5, റൈറ്റ് ഓഫ് ഗുഡ്വിൽ ഈസ് എ യൂസ് ഓഫ് ഫണ്ട്. ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത് യൂസ് ഓഫ് ഫണ്ട് ആണ് എന്ന് പറയുന്നു. യൂസ് ഓഫ് ഫണ്ട് മീൻസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണോ? അല്ല. റൈറ്റ് ഓഫ് ഗുഡ്വില്ല് ഇതേപോലെ തന്നെ നോൺ കറണ്ട് ഐറ്റം ആണ്. അതിന്റെ എൻട്രി വരുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നോൺ കറണ്ട് ആണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ഗുഡ്വില്ലാണ് എൻട്രി വരിക. അപ്പൊ കറണ്ട് ഐറ്റം ഒന്നും വരുന്നില്ല. ഡെബിറ്റിലും ക്രെഡിറ്റിലും നോൺ കറണ്ട് ഐറ്റം വരുന്നത്. സോ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അല്ല. ഓക്കെ, ഇവിടെ ആയിരുന്നു ചോദിച്ചിരുന്നത് തോന്നുന്നു. മുജീബ് ഇന്നലെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നില്ലേ? അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത് ആഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ബാക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തത് കൺസിഡർ ചെയ്യാതിരിക്കുക ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തതൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് മൈനസ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അത് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നമ്മൾ എടുക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഈ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തതിന്റെ ഇഫക്ട് വരുന്നില്ല. നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അത് ഓൾറെഡി ലെസ് ചെയ്തത് കൊണ്ട് അതിനെ ആഡ് ബാക്ക് ചെയ്തതാണ്. അങ്ങനെ ലെസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ലെസ് ചെയ്തത് കൊണ്ട് അതിനെ ആഡ് ബാക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് ഗുഡ്വിൽ ഒരു സോഴ്സ് ഓഫ് ഫണ്ടും അല്ല, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും അല്ല. അത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? 1, 2, 3, 4 ശരിയാണ്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ 1, 2, 3, 4 ശരിയാണ്. 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റുള്ളത്. Then next question number 6. Which of the following does not result into inflow of fund in case of fund flow statement? Question പ്രത്യേകം ശ്രദ്ധിക്കണം. Does not result എന്ന് പറഞ്ഞിട്ടുണ്ട്. Into inflow fund. Inflow ഫണ്ടിന് കാരണമാവാത്തത് ഏതൊക്കെയാണ്? ഒന്ന്, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻഫ്ലോയ്ക്ക് കാരണമാകുന്നതാണ്. ഇൻഫ്ലോ ഫണ്ട് ഉണ്ട് അല്ലെ? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ്. ക്യാഷ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് ഐറ്റം ആണ്. ഇക്വിറ്റി ഷെയർ നോൺ കറണ്ട് ഐറ്റം ആണ്. ഒരു കറണ്ടും ഒരു നോൺ കറണ്ടും വരുമ്പോൾ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവും. ഇവിടെ ഇൻഫ്ലോ ആണ്. ക്യാഷ് വരികയാണ്, ഫണ്ട് വരികയാണ്. സോ ഇൻഫ്ലോ ആണ്. രണ്ടാമത്, പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ഓർ ഡിബെഞ്ചർ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലോ ആണ്. ക്യാഷ് ആയിട്ടാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്, അത് ഇൻഫ്ലോ ആണ്. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് നോൺ കറണ്ട് ഐറ്റം ആണ്. അത് സെൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും.
സോ അതും ഇൻഫ്ലോ ആണ്. ഒരു കറണ്ട് ഐറ്റമാണ്, മറ്റൊന്ന് നോൺ കറണ്ട് ഐറ്റമാണ്. ഫണ്ട് വരുന്നു, ഇൻഫ്ലോ ആണ്. ഓപ്ഷൻ ഡി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നു. അവിടെ ക്യാഷ് ഫ്രോം ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് ആണ് വരിക. രണ്ടും കറണ്ട് ഐറ്റംസ് ആണ്. ക്യാഷ് കറണ്ട് അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. ഒരു കറണ്ട് അസറ്റ് കൂടുന്നു, മറ്റൊരു കറണ്ട് അസറ്റ് കുറയുന്നു. അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. അവിടെ ഇൻഫ്ലോ ഫണ്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ ഓപ്ഷൻ ഡി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺ ഈസ് ഡാഷ്. ലോങ് ടേം ലോൺ റീപേയ്മെന്റ് നടത്തുന്നത് സോഴ്സ് ആണോ അപ്ലിക്കേഷൻ ആണോ എന്നാണ് ചോദ്യം. ലോങ് ടേം ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മുടെ ക്യാഷ് പോവാണ് അല്ലെ, ക്യാഷ് പോവാണ്. മറ്റൊരു ഒന്ന് കറണ്ട് അസറ്റ് ആണ്, കറണ്ട് ഐറ്റം ആണ്. അതായത് ലോങ് ടേം ലോണ് തിരിച്ചടക്കുമ്പോൾ ക്യാഷ് കുറയുന്നു, ലോങ് ടേം ലോണ് കുറയുന്നു. ഒന്ന് നോൺ കറണ്ട് ഐറ്റം ആണ്, ഒന്ന് കറണ്ട് ഐറ്റം ആണ്. അവിടെ ഫണ്ട് കുറയുക ചെയ്യുന്നത്. സോ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. സോ റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺ ഈസ് an application of fund. Then അടുത്തത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ഡാഷ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അത് നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അല്ല, ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. Then question number 9. Decreasing preliminary expense appearing in comparative balance sheet is. ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പ്രിലിമിനറി എക്സ്പെൻസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത് പ്രിലിമിനറി എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞതാണ്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മുടെ ബിസിനസിന്റെ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ വന്നിട്ടുള്ള നമ്മുടെ എക്സ്പെൻസ്, ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഒക്കെയാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അത് നമ്മൾ സാധാരണ അസറ്റ് സൈഡിൽ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാറുണ്ട് പ്രിലിമിനറി എക്സ്പെൻസ്. അത് ഓരോ വർഷവും പ്രോഫിറ്റ് ഉണ്ടാവുമെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക ചെയ്യാം. അപ്പൊ ഒരു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പ്രിലിമിനറി എക്സ്പെൻസ് കുറവാണെന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്തതാണ്. സോ ഡിക്രീസിംഗ് പ്രിലിമിനറി എക്സ്പെൻസ് അപ്പിയറിംഗ് ഇൻ ദ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഈസ്. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിലോ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലോ വരുന്നുണ്ടോ? ഇല്ല. അവിടെ രണ്ടും നോൺ കറണ്ട് ആയിട്ടാണ് വരുന്നത്. പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ലൈ ടു പ്രിലിമിനറി എക്സ്പെൻസ് ആണ് വരിക. അവിടെ രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്, അതുകൊണ്ട് അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഇത് എടുക്കുന്നുണ്ട് എവിടെ? ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടി അത് പരിഗണിക്കുന്നുണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ട് അതിൽ നിന്നും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യും. ഡിസലൗഡ് ആയിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ആൻസർ ഡിക്രീസിംഗ് പ്രിലിമിനറി എക്സ്പെൻസ് അപ്പിയറിംഗ് ഇൻ ദ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഈസ് ഓപ്ഷൻ എ ഷോൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്, ഓപ്ഷൻ ബി ഷോൺ ആസ് എ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. രണ്ടും എല്ലാം നമ്മൾ പറഞ്ഞു. Then option C add to the net profit to find out the fund from operation. അതാണ് കറക്റ്റ് ആൻസർ. Then next question number 10. Identify the correct sentence. Purchase of stock in trade is an application of fund. സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണോ? അല്ല. കാരണം അത് രണ്ടും കറണ്ട് ആയിട്ടാണ് വരുന്നത്. ഡെബിറ്റിലും ക്രെഡിറ്റിലും കറണ്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, പർച്ചേസ് സ്റ്റോക്ക് ആണ്. ക്യാഷ് സ്റ്റോക്ക് കൂടുന്നു, ക്യാഷ് പോകുന്നു. ഒരു കറണ്ട് അസറ്റ് കൂടുന്നു, മറ്റൊരു കറണ്ട് അസറ്റ് കുറയുന്നു. അവിടെ ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓർ സോഴ്സ് ഓഫ് ഫണ്ട്. രണ്ടുമല്ല. രണ്ടാമത്തത് ഓപ്ഷൻ ബി ഫണ്ട് ഫ്ലോ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ലോങ് ടേം ഫണ്ട്. ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. അതല്ല, ലോങ് ടേം ഫണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണോ ഫണ്ട് ഫ്ലോ? അല്ല, ഷോർട്ട് ടേം ഫണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്.
ഓക്കെ, കറണ്ട് അസറ്റ് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റി. ഓക്കെ, അതിലുണ്ടാവുന്ന ചേഞ്ച് ആണ് ഫണ്ട് ഫ്ലോ. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഫണ്ട് ഫ്ലോ. Then option C, fund flow statement shows the position of business as on the closing date of business period. അതും കറക്റ്റ് അല്ല. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ബിസിനസ് പീരീഡ്. ബിസിനസ് പീരീഡിന്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്ലോ അല്ല, അത് ബാലൻസ് ഷീറ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത് ചേഞ്ച് ഇൻ ഫണ്ടാണ്. അതുപോലെ സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. Then option B, payment of dividend is a use of fund. Dividend payment ഒരു application of fund. Use of fund means application of fund. അത് കറക്റ്റ് ആണ് അല്ലേ? ഡിവിഡൻഡ് പേയ്മെന്റ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. അത് ഫണ്ട് കുറയുന്നുണ്ട്. ഡിവിഡൻഡ് നോൺ കറണ്ട് ഐറ്റം ആണ്, ക്യാഷ് കറണ്ട് ഐറ്റം ആണ്. അപ്പൊ അവിടെ ഫണ്ട് കുറയുന്നുണ്ട്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. Then question number 11. Net profit as per profit and loss account rupees 5 lakh. Depreciation 50,000. Profit on sale of furniture 70,000. Loss on sale of machinery 20,000. Dividend received 30,000. Transfer to reserve 80,000. Preliminary expense written off 50,000. What is the amount of fund from operation? ഫണ്ട് ഫ്രോ ഓപ്പറേഷന്റെ കാൽക്കുലേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഫണ്ട് ഫ്രോ ഓപ്പറേഷൻ വേണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോടുകൂടി ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്യുക. അല്ലെങ്കിൽ ഡെബിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ തരുമ്പോൾ സിമ്പിൾ ആയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യാം, ലെസ് ചെയ്യാനുള്ള ലെസ് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. അക്കൗണ്ട് ഒന്നും വരയ്ക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് 5 lakh ആണ്. 5 lakh ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കുക, അതൊന്ന് കൂട്ടി നോക്കാം. ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത്? കുറച്ച് നേരമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒന്നുമില്ല. കേൾക്കുന്നില്ലേ വോയിസ്? ഓക്കെ, അപ്പൊ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് നോൺ കറണ്ട് ഐറ്റംസ്. ഓക്കെ, നോൺ കറണ്ട് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. ഡിപ്രിസിയേഷൻ മീൻസ് നോൺ കറണ്ട് അല്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണം അല്ലേ? ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്താ ചെയ്യേണ്ടത്? ലെസ് ചെയ്യാനായിട്ടാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ലെസ് ചെയ്യാനായിട്ടാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആഡ് ചെയ്യാനായിട്ടാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ലെസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ട്രാൻസ്ഫർ ടു റിസർവ് ആഡ് ചെയ്യാനായിട്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ആഡ് ചെയ്യാനായിട്ടാണ്. നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയെന്ന് പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ അതിൽ ആഡ് ചെയ്യാനുള്ളത് ഡിപ്രിസിയേഷൻ 50,000 ആഡ് ചെയ്യണം. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. 20,000 ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഡിപ്രിസിയേഷൻ 50യും ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 20യും 70,000 ആയി. പിന്നെ ആഡ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫർ ടു റിസർവ് 80,000. അപ്പൊ 1,50,000 ആയി. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് 50,000. അപ്പൊ ടോട്ടൽ 2 lakh ആയി. 2 lakh ആഡ് ചെയ്യാനുണ്ട്. 5 lakhലേക്ക് 2 lakh ആഡ് ചെയ്യാം. അപ്പൊ 7 lakh ആവും. ഇനി ലെസ് ചെയ്യാനുള്ള ഐറ്റം ലെസ് ചെയ്യാം. ലെസ് ചെയ്യാനുള്ള ഐറ്റം എന്താണുള്ളത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 70,000 ലെസ് ചെയ്യാനാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് 30,000 ലെസ് ചെയ്യാനാണ്. അപ്പൊ ടോട്ടൽ 1 lakh ലെസ് ചെയ്യാനുണ്ട്. 7 lakh 1 lakh ലെസ് ചെയ്യാം, 6 lakh. ഓക്കെ, ക്ലിയർ അല്ലത്? അപ്പൊ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 56 lakh. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. When fund from operation rupees 1 lakh, the amount of depreciation on plant and machinery 25,000, goodwill written off 10,000, transfer to reserve 15,000. What is the amount of net profits? ഇവിടെ നമുക്ക് റിവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് റിവേഴ്സ് ചെയ്താൽ മതി. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് കാണാനാണ് ചോദിച്ചത്. നേരത്തെ ആഡ് ചെയ്തൊക്കെ ഇവിടെ ലെസ് ചെയ്യാം. നേരത്തെ ലെസ് ചെയ്തൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 1 lakh ആണ്. അപ്പൊ അതിൽ ഡിപ്രിസിയേഷൻ
ഡിപ്രിസിയേഷൻ സാധാരണ നമ്മൾ ഇവിടെ ലെസ് ചെയ്യാം അല്ലേ? ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ആണ് ചെയ്യുക. ഫണ്ട് പ്രോപ്പറേഷനിൽ നിന്ന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാം 25,000. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ലെസ് ചെയ്യാം, ട്രാൻസ്ഫർ ടു റിസർവും ലെസ് ചെയ്യാം, ഒക്കെ ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. അപ്പൊ എത്ര കിട്ടാം? 50,000. ടോട്ടൽ 50,000 ലെസ് ചെയ്യാറുണ്ട്. 1 lakh നിന്ന് 50,000 ലെസ് ചെയ്താൽ 50,000 ആണ് ആൻസർ കിട്ടുന്നത്. Then question number 13. Fund flow statements are prepared so as to. Fund flow statement prepare ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് to identify, option A, to identify the changes in working capital. Working capital changes identify ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Option B, to identify reasons behind changes in working capital. Working capital ചേഞ്ചിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. Option C, to know the item wise outflow of fund during a given period. ഒരു പ്രത്യേക പീരീഡിൽ ഓരോ ഐറ്റത്തിലും ഉണ്ടാകുന്ന ഔട്ട്ഫ്ലോ, ഓരോ ട്രാൻസാക്ഷനിലും ഉണ്ടാകുന്ന ഔട്ട്ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡന്റിഫൈ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കും. പിന്നീട് നമ്മൾ ആ ചേഞ്ച് എങ്ങനെ ഉണ്ടായി, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ടു ഐഡന്റിഫൈ ദ റീസൺ ബിഹൈൻഡ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. അതിന് സോഴ്സും അപ്ലിക്കേഷനും കൊടുക്കും. സോഴ്സിൽ എങ്ങനെയൊക്കെയാണ് ഫണ്ട് വന്നിട്ടുള്ളത്, അപ്ലിക്കേഷനിൽ ഈ ഫണ്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മാച്ച് ആയി കിട്ടണം. ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനും അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും മാച്ച് ആയിട്ട് അതിന്റെ ഡിഫറൻസ് വരണം. ഓക്കെ, സോ ഇതിൽ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ? താഴെ പറയുന്നതിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യാത്തത് ഏതാണ്? നോട്ട് അഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യാത്തത്. ഓപ്ഷൻ എ, റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തരാനുള്ള ആളുകളാണ്, അവരുടെ നിന്ന് ക്യാഷ് കിട്ടി. അത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യില്ല നമ്മൾ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് അഫക്ട് ചെയ്യാത്തത്? ക്യാഷ് റിസീവ് ചെയ്തു, ഓക്കെ, പക്ഷേ ഡെപ്റ്റേഴ്സ് കുറഞ്ഞില്ലേ? ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സും കറണ്ട് അസറ്റ് ആണ്, ക്യാഷും കറണ്ട് അസറ്റ് ആണ്. ഒരു കറണ്ട് അസറ്റ് കൂടി, ക്യാഷ് കൂടി, പക്ഷേ മറ്റൊരു കറണ്ട് അസറ്റ് കുറഞ്ഞു. അപ്പൊ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യൂല, ഫണ്ടിനെ അഫക്ട് ചെയ്യൂല. രണ്ടും കറണ്ട് ഐറ്റംസ് ആണ്, അതുകൊണ്ട് ഫണ്ടിനെ അഫക്ട് ചെയ്യില്ല. അപ്പൊ ഒന്നാമത്തെ തന്നെയാണ് അതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ നോക്കിയേ, സെയിൽ ഓഫ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ആൻസർ ആകുമ്പോൾ വേഗം ഒന്നാമത്തെ എഴുതിയിട്ട് അടുത്ത വായിച്ചു നോക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഓൾ ഓഫ് ദീസ് ചിലപ്പോൾ ഉണ്ടാവാം. രണ്ടാമത്തെ ഐറ്റം ഓപ്ഷൻ ബി, സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ ക്യാഷ്. പ്ലാന്റ് ആൻഡ് മെഷീനറി സെൽ ചെയ്തു ക്യാഷ് ആയിട്ട്. അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുമോ? അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻഫ്ലോ ഫണ്ടാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി വിറ്റിട്ടുണ്ടെങ്കിൽ ക്യാഷ് വരുന്നുണ്ട്, പകരം മറ്റൊരു കറണ്ട് അസറ്റ് കുറയുന്നില്ല, കറണ്ട് ലാബിലിറ്റിയിലൊന്നും മാറ്റം വരുന്നില്ല. ഒരു കറണ്ട് അസറ്റ് ആയിട്ട് ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പകരം നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റിനാണ് ഡിക്രീസ് വന്നിട്ടുള്ളത്. കറണ്ട് ഐറ്റത്തില് ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. അടുത്തത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴും ഒന്ന് നോൺ കറണ്ട് ഐറ്റം ആണ്, ഒന്ന് കറണ്ട് ഐറ്റം ആണ്. അപ്പൊ ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണ്, ക്യാഷ് കിട്ടുന്നുണ്ട്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചർ റിഡീം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് പോകുന്നുണ്ട്. ഒന്ന് നോൺ കറണ്ട് ഐറ്റം ആണ്, ഡിബെഞ്ചർ നോൺ കറണ്ട് ഐറ്റം ആണ്, ക്യാഷ് കറണ്ട് ഐറ്റം ആണ്. അപ്പോൾ ഒന്ന് കറണ്ടും ഒന്ന് നോൺ കറണ്ട് ആവുമ്പോഴാണ് ഇത് ഫണ്ടിനെ അഫക്ട് ചെയ്യാം. ഇവിടെ രണ്ടും കറണ്ട് ആയിട്ടുള്ളത് റിസീവ്ഡ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്, ഒന്നാമത്തെ ഐറ്റം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട് ഇൻ ടു സോഴ്സ് ഓഫ് ഫണ്ട്? താഴെ പറയുന്നതിൽ സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണ്?
ഒന്നാമത്തത് ഓപ്ഷൻ 1 ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ഓക്കെ, ഓപ്ഷൻ അല്ല. 4 ഐറ്റം തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ടിന് കാരണമാകുന്നത്? നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സോഴ്സ് ഓഫ് ഫണ്ടിൽ പഠിച്ചതൊക്കെ നോൺ ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, ലോങ് ടേം ലോൺ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ പഠിച്ചിട്ടുള്ളത്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതിന് പുറമെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതുപോലെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ കൂടുതൽ വന്നു, അപ്പൊ നമ്മുടെ അടുത്ത് ഫണ്ട് ഇല്ല, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ്, നമ്മുടെ നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു, അതൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഓക്കെ, അതൊരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട് ഇൻ സോഴ്സ് ഓഫ് ഫണ്ട്? ഇതിൽ ഏതൊക്കെയാ സോഴ്സ് ഓഫ് ഫണ്ട് വരിക? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണോ? അല്ല, അത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അല്ല, അത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേക്കാണ്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞേക്കാണ്, അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി, അത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയ, ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി അല്ലെ, ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞേക്കാണ്, അതും സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഡിക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി, അത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേക്കാണ്, അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 and 3 അല്ലെ, 2 and 3 2ഉം 3ഉം സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 and 3 എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീക്ക് 15ലെ ക്വസ്റ്റ്യൻസ് ഇത്തിരിയായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇനി അടുത്തത് വീക്ക് 16. വീക്ക് 16 കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മുടെ 4th മന്തിന്റെ ഒരു കൺസോളിഡേറ്റഡ് എക്സാം നടത്താനുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നടത്താമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇനി ഈ വീക്കിൽ അത് പറ്റുമെന്നറിയില്ല. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, എഫ്എമ്മിന്റെ ക്ലാസ് ഉണ്ട്, പിന്നെ സൺഡേ ഈ വീക്കിന്റെ എക്സാം ഉണ്ടാവും. അതുകൊണ്ട് ഈ വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത ബുധനാഴ്ച നമുക്ക് അത് നടത്താം. ഇനി അടുത്തത് വീക്ക് 16ലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 മുതലാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. Question number 16. Fund flow statement is prepared on the basis of data of profit and loss statement and 2 consecutive balance sheets. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫാൾസ്, ഓപ്ഷൻ സി വാല്യൂ ഡെലിവറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അത് കറക്റ്റ് ആണ് അല്ലേ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വേണം, അതുപോലെ 2 ബാലൻസ് ഷീറ്റിലെ ഡാറ്റ വേണം. 2 ബാലൻസ് ഷീറ്റ്, 2 വർഷത്തെ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഡാറ്റ വേണം. എങ്കിലേ നമുക്ക് അതിലെ ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17. Given net profit for the year 2,50,000. വാല്യൂ ഡെലിവറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സാറേ? ജസ്റ്റ് ഒരു ഓപ്ഷൻ തന്നു മാത്രം. ഹലോ, ഓക്കെ സാറേ, ജസ്റ്റ് ഒരു ഓപ്ഷൻ തന്നാ. Then question number 17. Given net profit for the year 2,50,000 after adjusting the following. നെറ്റ് പ്രോഫിറ്റ് താഴെ പറയുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. ഏതൊക്കെയാണത്? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 40,000, ഓൾഡ് മെഷീനറി bought for ₹50,000 was sold for ₹20,000. കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇതിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷൻ നമ്മൾ പല പ്രാവശ്യം ചെയ്തതാണ്.
ഇവിടെ ഒരു ചേഞ്ച് ഉള്ളത്, ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്, നേരിട്ട് തന്നിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്, ഇത്ര രൂപയ്ക്ക് വാങ്ങി ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നത്. ലോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. നെറ്റ് പ്രോഫിറ്റ് 2,50,000 ആണ്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യാനുള്ള ഐറ്റം എന്താ ഉള്ളത്? ട്രാൻസ്ഫർ ടു റിസർവ് ആഡ് ചെയ്യണം അല്ലേ? പിന്നെയോ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ ഓൾഡ് മെഷീനറി വാസ് ബോട്ട് ഫോർ rupees 50,000, സോൾഡ് at rupees 20,000 ആണ് അല്ലേ? 50,000 രൂപയ്ക്ക് വാങ്ങിയത് 20,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ 30,000 നഷ്ടമാണ്. ഡിപ്രിസിയേഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷന് പോകണ്ട. അപ്പൊ 50,000 സാധനം 20,000 വിറ്റു, അപ്പൊ 30,000 നഷ്ടമാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് 30,000 ആണ്. സോ അതും ലെസ് ചെയ്യണം, ആഡ് ചെയ്യണം. ട്രാൻസ്ഫർ ടു റിസർവ് 40,000 ആഡ് ചെയ്യണം. സോ മൊത്തം 70,000 ആഡ് ചെയ്യാനുണ്ട് അല്ലെ? 40,000 30,000 ആഡ് ചെയ്യാം. ആൻസർ കിട്ടുന്നത് 3,20,000 ആണ്. കറക്റ്റ് അല്ലേ? 2,50,000 പ്ലസ് 40,000 ട്രാൻസ്ഫർ ടു റിസർവ് പ്ലസ് 30,000 ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് 30,000. So answer is 3,20,000. In question number 18, statement 1 and statement 2, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നാണ് ചോദ്യം. Statement 1, the working capital at the end of the current year is more than the working capital at the end of the previous year, comma, the excess is called increase in working capital. കറക്റ്റ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സെന്റൻസ് കുറച്ച് ദൈർഘ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇത് അറിയാമെന്ന കോൺഫിഡൻസോട് കൂടി വായിച്ചാൽ പ്രശ്നമില്ല. വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ കറന്റ് ഇയർ ഈസ് മോർ ദാൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ ഈ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണെന്ന് പറയാൻ അർത്ഥം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അല്ലേ? ദ എക്സസ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? Increase in working capital is shown as application of fund in the fund flow statement. Fund flow statement increase in working capital application of fund ആയിട്ടാണ് കാണിക്കുക. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? അതും ശരിയാണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിട്ടാണ് കാണിക്കുക. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ക്വസ്റ്റ്യൻ നമ്പർ 19, find out the changes in working capital from the following information. താഴെ പറയുന്ന ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 25, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 50, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 75, നൺ ഓഫ് ദീസ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ പ്രിപ്പയർ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം? പെട്ടെന്ന് കറണ്ട് അസറ്റുകൾ നോക്കുക. കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് എടുക്കുക. ഇവിടെ കറണ്ട് അസറ്റ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ? അസറ്റ് സൈഡിൽ നമുക്ക് പ്ലാന്റ് കറണ്ട് അസറ്റ് അല്ല, സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. ദെൻ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. മൂന്നിലുണ്ടായ ചേഞ്ച് എത്രയും നോക്കാം. ആ ചേഞ്ച് ആണ് നോക്കിയാൽ മതി. സ്റ്റോക്ക് 1,00,000 ഉള്ള 1,50,000 ആയി, 50,000 കൂടി. ഓക്കെ, 50,000 കൂടുതലാണ്, അത് കൂട്ടി വെക്കുക. ദെൻ ഡെപ്റ്റേഴ്സ് 2 lakh ഉള്ളത് 1,25,000 ആയി, 75,000 കുറഞ്ഞു. അപ്പൊ അതിന്റെ നെറ്റ് ഇഫക്റ്റ് 50,000 കൂടി, ഇവിടെ 75 കുറഞ്ഞു. അപ്പൊ ഒരു 25,000 കുറവാണ്. ഓക്കെ, ക്യാഷ് 1,50,000 ഉള്ളത് 2 lakh ആയി, അവിടെ 50,000 കൂടി. അപ്പോൾ അതിന്റെ നെറ്റ് ഇഫക്റ്റ് 25 കുറവും 50 കൂടുതലൂടെ കൂട്ടുമ്പോൾ 25 പ്ലസ് ആണ്. ഓക്കെ, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 25,000 പ്ലസ് എന്നാണ് കറണ്ട് അസറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കറണ്ട് ലാബിലിറ്റിയിൽ നോക്കാം. കറണ്ട് ലാബിലിറ്റി 1 lakh ഉള്ളത് 50,000 ആയി കുറഞ്ഞു. കറണ്ട് ലാബിലിറ്റിയിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ് കറണ്ട് ലാബിലിറ്റി ആയിട്ടുള്ളത്, വേറെ ഒന്നും കറണ്ട് ലാബിലിറ്റി ഇല്ല. അപ്പൊ അത് 50,000 കുറഞ്ഞിട്ടുണ്ട്. 50,000 കറണ്ട് ലാബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇവിടെ 50,000 ഇൻക്രീസ് ആണ്. 1,00,000 നിന്ന് 50,000 ആയിട്ട് കുറഞ്ഞു. അപ്പൊ കുറഞ്ഞ എമൗണ്ട് 50,000 ആണ്, അത് ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 50,000. കറണ്ട് അസറ്റിൽ 25,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 25,000 50,000 കൂടെ 75,000 ആണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ.
ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്താൽ ഇത് ആൻസർ കിട്ടും. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 75,000 ആണ്. ക്ലിയർ അല്ലേ? Then question number 20. Which of the following are correct in treatment of provision for taxation? Provision for taxation ട്രീറ്റ്മെന്റിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ കേസിൽ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. അത് വേണമെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ കറണ്ട് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ സാധാരണ കറണ്ട് ലയബിലിറ്റീസ് എടുക്കുന്ന കൂട്ടത്തിൽ എടുത്താൽ മതി, വേറൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്നാൽ നോൺ കറണ്ട് ഐറ്റം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷനിൽ അത് അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷന് വേണ്ടി ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയറോ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിട്ട് കൊടുക്കും. ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ടാവണമെന്നില്ല. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും എമൗണ്ട്, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തും തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ടാക്സേഷൻ പ്രൊവിഷൻ ചെയ്തത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ വർഷം എത്രയാണ് പുതുതായിട്ട് പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്, ടാക്സേഷന് വേണ്ടി പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ ടാക്സ് പേ ചെയ്യുന്ന എമൗണ്ട് അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, അത് അപ്ലിക്കേഷൻ സൈഡിൽ എഴുതണം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ. ഇനി നോക്കുക എന്തൊക്കെയാണ് താഴെ പറയുന്നതിൽ ഏതാണ് ശരി. ഒന്ന്, the provision for tax made in during the year should be added back to the current year's profits in order to find out the fund from operation. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലേ? പ്രൊവിഷൻ ഫോർ ടാക്സ് ഡ്യൂറിംഗ് ദി ഇയർ അതെന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. Then option B, the amount of tax paid will be shown as an application in the fund flow statements. അതും നമ്മൾ പറഞ്ഞു, എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ആപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കാണിക്കും. അപ്പൊ ഇത് രണ്ടും ശരിയാണ്, ഓപ്ഷൻ എ ബിയും ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സോഴ്സ് ഓഫ് ഫണ്ട്? താഴെ പറയുന്നതിൽ സോഴ്സ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്? 4 ഐറ്റം തന്നിട്ടുണ്ട്. ഒന്ന്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സോഴ്സ് അല്ല, അപ്ലിക്കേഷൻ അല്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അഗെയിൻസ്റ്റ് ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, അതും സോഴ്സും അല്ല, അപ്ലിക്കേഷനും അല്ല. ഇഷ്യൂ ഓഫ് ഷെയർസ് അഗെയിൻസ്റ്റ് ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, കാരണം രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ് വരുന്നത്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും ഷെയറിന് പകരം ഫിക്സഡ് അസറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പകരം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്. കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻടു ഷെയർ, ഡിബഞ്ചറും ഷെയറും നോൺ കറണ്ട് ഐറ്റം ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയും ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല. ദെൻ കൺവേർഷൻ ഓഫ് ലോൺ ഇൻടു ഷെയർ, ലോണിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിലും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ലോൺ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതും ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല, രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്. So none of these are correct answer. In question number 22, which transaction result flow of fund? താഴെ പറയുന്നതിൽ ഫ്ലോ ഓഫ് ഫണ്ടിന് കാരണമാവുന്നത് ഏതൊക്കെയാണ്? ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഏതാണ്? ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഓൺലി ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് മാത്രമുള്ള ട്രാൻസാക്ഷൻ, അത് ഫണ്ടിനെ എഫക്ട് ചെയ്യോ? ഇല്ല. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് ഐറ്റം ആണ്. ട്രാൻസാക്ഷനിൽ രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണെങ്കിൽ അത് ഫണ്ടിനെ അഫക്ട് ചെയ്യൂല. അടുത്തത് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഓൺലി കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ് മാത്രമാണ്, കറണ്ട് അസറ്റ് മാത്രമാണ് ട്രാൻസാക്ഷനുകളിൽ, അതും ഫണ്ടിനെ അഫക്ട് ചെയ്യില്ല. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. അത് രണ്ടും കറണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫണ്ടിനെ അഫക്ട് ചെയ്യില്ല, കാരണം ഒരു കറണ്ട് അസറ്റ് കൂടുകയാണ്, മറ്റൊരു കറണ്ട് അസറ്റ് കുറയാണ്, ഫണ്ടിനെ അഫക്ട് ചെയ്യില്ല. ഓൾ ഓഫ് ദീസും അല്ല, നൺ ഓഫ് ദീസ് ആണ് ആൻസർ. Then question number 23. Which among the following transaction involve flow fund?
താഴെ പറയുന്നതിൽ ഫ്ലോ ഫണ്ടിന് കാരണമാവുന്ന ഏതൊക്കെയാണ്? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, അത് ഫ്ലോ ഫണ്ട് അല്ല എന്ന് പറഞ്ഞു. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് കുറയുന്നു. പക്ഷെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കറണ്ട് ലാബിലിറ്റിയും കുറയും. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റിയാണ്, അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തു, അപ്പൊ അത് കുറഞ്ഞു. അപ്പൊ ഒരു കറണ്ട് അസറ്റും കുറഞ്ഞു, കറണ്ട് ലാബിലിറ്റിയും കുറഞ്ഞു. അപ്പൊ അത് ഫണ്ടിനെ എഫക്ട് ചെയ്യില്ല. രണ്ടും കറണ്ട് ഐറ്റംസ് ആണ്, അതുകൊണ്ട് ഫണ്ടിനെ എഫക്ട് ചെയ്യില്ല. ദെൻ പേയ്മെന്റ് ഓഫ് ബിൽസ് പേബിൾ. ബിൽസ് പേബിൾ കൊടുത്തു. ബിൽസ് പേബിൾ കറണ്ട് ലാബിലിറ്റി ആണ്, അവർ കൊടുക്കാനുള്ള കൊടുത്താൽ ക്യാഷ് കുറഞ്ഞു, ബിൽസ് പേബിളും കുറഞ്ഞു. രണ്ടും കറണ്ട് ഐറ്റമാണ്. കറണ്ട് അസറ്റ് കുറഞ്ഞു, കറണ്ട് ലാബിലിറ്റിയും കുറഞ്ഞു. ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല. ഓപ്ഷൻ സി, റേസിംഗ് ഓഫ് ഷോർട്ട് ടേം ലോൺസ്. ഷോർട്ട് ടേം ലോൺ റേസ് ചെയ്തു. ഷോർട്ട് ടേം ലോൺ കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി ഷോർട്ട് ടേം ലോൺ റേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ എന്തും ഇൻക്രീസ് ചെയ്യും, ഒരു കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഒരു കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഒരു കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല. ദെൻ ഓപ്ഷൻ ഡി, റേസിംഗ് ഓഫ് ലോങ് ടേം ലോൺ. ലോങ് ടേം ലോൺ റേസ് ചെയ്യുമ്പോൾ ലോൺ എന്ന് പറയുന്നത് ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് നോൺ കറണ്ട് ഐറ്റം ആണ്. കറണ്ട് ഐറ്റം അല്ല, നോൺ കറണ്ട് ആണ്. ഒരു നോൺ കറണ്ട് ഐറ്റം ആണ്, മറ്റൊന്ന് കറണ്ട് ഐറ്റം ആണ്. ക്യാഷ് വന്നു, കറണ്ട് ഐറ്റം ആണ്, ക്യാഷ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അവിടെ ഇൻഫ്ലോ ഓഫ് ഫണ്ട് വരും, ഫണ്ടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ആൻസർ റേസിംഗ് ഓഫ് ലോങ് ടേം ലോൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ റെപ്രസെന്റ്സ്. ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ റെപ്രസെന്റ്സ് നമ്മൾ പഠിച്ചതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ അത് ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്. അടുത്ത 25. The flow of fund occurs when a transaction changes on the one hand a non-current item and on the other hand a dash. ശ്രദ്ധിക്കാം, ഫ്ലോ ഓഫ് ഫണ്ട് ഓക്കേഴ്സ്. ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുന്ന എപ്പോഴാണ്? ഫണ്ടിന് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒന്ന് കറണ്ട് ഐറ്റം ആണ്, മറ്റൊന്ന് നോൺ കറണ്ട് ഐറ്റം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. When a transaction changes on one hand a non-current account, ഒന്ന് നോൺ കറണ്ട് അക്കൗണ്ട് ആണ്, ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് മറുവശത്ത് ഒരു കറണ്ട് ഐറ്റം ആണ്, അല്ലെ? കറണ്ട് അക്കൗണ്ട് ആണ്. ഒന്ന് നോൺ കറണ്ടും ഒന്ന് കറണ്ടും ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, കറണ്ട് അസറ്റ്. അത് കാണുമ്പോഴേക്ക് വേഗം എഴുതരുത്. കറണ്ട് അസറ്റ് ആവാം, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി ആവാം. കറണ്ട് ഐറ്റം ആയാൽ മതി. അത് കറണ്ട് അസറ്റ് ആവാം, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി ആവാം. ഒരു ഭാഗത്ത് നോൺ കറണ്ട് ഐറ്റം, അത് നോൺ കറണ്ട് അസറ്റ് ആവാം, നോൺ കറണ്ട് ലാബിലിറ്റി ആവാം. മറുഭാഗത്ത് കറണ്ട് ഐറ്റം ആവണം, അത് കറണ്ട് അസറ്റ് ആവാം, കറണ്ട് ലാബിലിറ്റി ആവാം. അപ്പൊ എ ഓർ ബി ആണ് ആൻസർ. ഓപ്ഷൻ സി, എ ഓർ ബി. Then question number 26. Which among the following do not result into the flow of fund? താഴെ പറയുന്നതിൽ ഫ്ലോ ഫണ്ടിന് കാരണമാവാത്തത് ഏതൊക്കെയാണ്? ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഫ്ലോ ഫണ്ടിന് കാരണമാവുന്നില്ല. ഡിപ്രിസിയേഷൻ നമ്മൾ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, അല്ലെ? ഇവിടെ നോൺ ഫണ്ട് ഐറ്റം ആണ്. അതിന്റെ പേരിൽ നമ്മുടെ അടുത്ത് നിന്ന് ഫണ്ട് മൂവ് ചെയ്യുന്നില്ല. ഡിപ്രിസിയേഷൻ നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട്, ഫണ്ട് നമ്മളിൽ നിന്ന് ചെലവായി പോകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷന് വേണ്ടി നമ്മളെ കയ്യിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഫണ്ടൊന്നും ചെലവായി പോകുന്നില്ല. സോ അത് ഇൻഫ്ലോ അല്ല, ഔട്ട്ഫ്ലോ അല്ല. ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നതും ഇൻഫ്ലോ അല്ല, ഔട്ട്ഫ്ലോ അല്ല. ഓക്കെ, ഗുഡ്വിൽ റിട്ടേൺ ഓഫ് അത് നമ്മൾ എൻട്രി ചെയ്തെന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ഗുഡ്വില്ലാണ്. അത് കറണ്ട് ഐറ്റം അല്ല, രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസും ഗുഡ്വില്ലും രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്. അത് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതും ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. അത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് റിസർവ് ആണ്. അത് രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണ്. അതും ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ഫണ്ടിനെ അഫക്ട് ചെയ്യാത്തത്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫണ്ടിനെ അഫക്ട് ചെയ്യാത്തത്?
ഒന്നും അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, then question number 27. ഡാഷ് ഈസ് ഓൺലി ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. താഴെ പറയുന്നതിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് താഴെ പറയുന്നതിൽ ഏത് മാത്രമാണെന്നാണ് ചോദിച്ചത്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്, ഫണ്ട് ഫ്രം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഫണ്ട് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ എടുക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഫണ്ട് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് പരിഗണിക്കുന്നില്ല. അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് അതുപോലെ തന്നെ നോൺ ഫണ്ട് ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. Then question number 28. Which among the following is a source of fund? താഴെ പറയുന്നതിൽ സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണ്? സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടും, അത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. കാരണം ഫിക്സഡ് അസറ്റ് നോൺ കറണ്ട് ഐറ്റം ആണ്, ക്യാഷ് കറണ്ട് ഐറ്റം ആണ്. ക്യാഷ് അക്കൗണ്ടഡ് ടു ഫിക്സഡ് അസറ്റ് ആണ്. ഒന്ന് കറണ്ട് ഐറ്റം ആണ്, ഒന്ന് നോൺ കറണ്ട് ഐറ്റം ആണ്. ഫണ്ട് വരികയാണ്, സോ ഇൻഫ്ലോ ആണ്. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യുന്നത് അതും ഇൻഫ്ലോ ആണ്. നോൺ കറണ്ട് ഐറ്റം ആണ്. ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യാം, നോൺ കറണ്ട് ഐറ്റം ആണ്. അതിന് ക്യാഷ് നമുക്ക് കിട്ടുന്നു, ഇൻഫ്ലോ ഫണ്ട് ആണ്. ഓപ്ഷൻ സി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അതും സോഴ്സ് ഓഫ് ഫണ്ടിൽ ആഡ് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡിവിഡൻഡ് റിസീവ്ഡ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അങ്ങനെ വന്ന ഇൻകം ഉണ്ടെങ്കിലും അത് സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ ആഡ് ചെയ്യും. ഓപ്പറേറ്റിംഗ് ഇൻകം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യും. ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് സോഴ്സ് ഓഫ് ഫണ്ടിൽ എഴുതി. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതും. അപ്പൊ ഇതിലെല്ലാം സോഴ്സ് ഓഫ് ഫണ്ടാണ്. സെയിൽ പ്രൊസീഡ് ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ പ്രൊസീഡ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. In question number 29, the overall net increase or decrease in working capital is found out by preparing dash. Increase or decrease in working capital നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കിയിട്ടാണ്. പിന്നീട് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് എന്തുകൊണ്ടാണ്, അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ് എന്ന് കാണാനാണ് നമ്മൾ സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. So overall net increase or decrease in working capital is found out by preparing statement showing changes in working capital. That statement is known as statement of changes in working capital. Then question number 30. Fund flow statement is a dash. Okay, fund flow statement is a dash. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വെർട്ടിക്കൽ അനാലിസിസിലാണ് വരുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു നമ്മുടെ അതിന്റെ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള കമ്പാരിസണിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡൈനാമിക് അനാലിസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം അതിൽ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള മാറ്റം കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതിൽ ഡൈനാമിക് അനാലിസിസ് ആണ്. ഡൈനാമിക് അനാലിസിസിന് നമ്മൾ വെർട്ടിക്കൽ എന്നല്ല പറയാം, ഹൊറിസോണ്ടൽ എന്നാണ് പറയാം. അപ്പൊ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തെടുത്ത് അത് വെർട്ടിക്കലിനായിരിക്കും മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. ടിക്ക് ചെയ്തത് വെർട്ടിക്കലിനായിരുന്നു, അപ്പൊ അത് തിരുത്താനുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ അനാലിസിസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ്. ചെറിയൊരു ക്വസ്റ്റ്യൻ, ചെറിയൊരു ബാലൻസ് ഷീറ്റ്, ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. അതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് തയ്യാറാക്കുക. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് കാണണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്.
അപ്പൊ ആദ്യം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത് കണ്ടെത്തണം. അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ സോഴ്സിൽ എഴുതുന്ന എന്തൊക്കെയാണ്? അതിൽ സോഴ്സിലും അപ്ലിക്കേഷനിലും എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, സോഴ്സിൽ നമ്മൾ ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊരു സോഴ്സ് ആണ്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു സോഴ്സ് ആണ്. അതുപോലെ മറ്റെന്തെങ്കിലും പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ഡിബെഞ്ചറോ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ക്യാഷ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊക്കെ സോഴ്സ് ആണ്. അതുപോലെ ഫർണിച്ചർ അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകൾ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഴ്സ് ആണ്. സെയിൽസ് ഫിക്സഡ് അസറ്റ് സെല് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് സോഴ്സ് ആണ്. അതേപോലെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ആണ്. ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് പർച്ചേസ് ആണ്, അത് അപ്ലിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ വിവരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതൊക്കെ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ആവശ്യമുള്ളതാണ്. അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഡിസലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് നോൺ ഫണ്ട് ഐറ്റംസ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്യാം. ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലിസ്റ്റും ചെയ്യാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം. ഇവിടെ നോക്കാം, ചെറിയൊരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ലിയബിലിറ്റി സൈഡിൽ 3 ഐറ്റംസ് ആണുള്ളത്. ഷെയർ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു നോൺ കറണ്ട് ലിയബിലിറ്റി ആണെന്ന് നമുക്കറിയാം, ഷെയർ ക്യാപിറ്റൽ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസും നോൺ കറണ്ട് ആണ്. അപ്പൊ ഇവിടെ ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം ഉള്ളത് 2020 ആയപ്പോ 2,87,500 ആയിട്ടുണ്ട്. അത് നോക്കാം, ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇഷ്യൂ ഓഫ് ഷെയർ ആണ് അല്ലെ? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 87,500 പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സോഴ്സ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ടിൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ, ഇവിടെ ഏത് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഇഷ്യൂ ഓഫ് ഷെയർസ് 87,500 ഉണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ്, ഈ ക്രെഡിറ്റേഴ്സ് ഒക്കെ കറണ്ട് ലിയബിലിറ്റീസ് ആണ്. കറണ്ട് ലിയബിലിറ്റീസ് ഒക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നോക്കും. മൊത്തത്തിൽ കറണ്ട് അസറ്റും കറണ്ട് ലിയബിലിറ്റി ഒക്കെ അവിടെ എടുക്കും. അപ്പൊ അതിൽ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ, നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ഫണ്ട് ഐറ്റംസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഡിപ്രിസിയേഷനോ ഗുഡ്വിൽ റിട്ടേൺ ഓഫോ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കാണാം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഉണ്ടായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 7,000 ആണ്, ഈ വർഷം 15,000 ആണ്. അപ്പൊ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? ബാക്കിയുള്ളത് അല്ലെ, ഡിഫറൻസ്. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഇനി അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ പ്ലാന്റ് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെയുള്ളത് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇത് 3ഉം കറണ്ട് അസറ്റ് ആണ്. പ്ലാന്റ് മാത്രം ഫിക്സഡ്, നോൺ കറണ്ട് ആയിട്ട്. പ്ലാന്റ് 37,500 ഉണ്ടായിരുന്നത് 50,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഡിപ്രിസിയേഷനെ കുറിച്ചുള്ള ഒരു വിവരവും തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഡിപ്രിസിയേഷനെ കുറിച്ച് ഒരു വിവരം തന്നിട്ടില്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട. 37,500 50,000 ആയി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? പർച്ചേസ് ആണ്. പർച്ചേസ് ഓഫ് പ്ലാന്റ് 12,500 ഉണ്ട് അല്ലെ? 12,500 പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഏതിൽ വരും? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. ഓക്കെ, പർച്ചേസ് ചെയ്തു 12,500 പ്ലാന്റ് പർച്ചേസ് ചെയ്തു, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. പിന്നെയുള്ളത് സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ക്യാഷും. ഇതൊക്കെ കറണ്ട് ഐറ്റം ആണ്. കറണ്ട് അസറ്റും കറണ്ട് ലിയബിലിറ്റി ഒക്കെ നമ്മൾ എവിടെ എടുക്കുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എടുക്കുക.
അതിൽ കറണ്ട് അസറ്റിലും കറണ്ട് ലാബിലിറ്റിയിലുള്ള ചേഞ്ച് കണ്ടാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അറിയാൻ പറ്റും. അത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കാം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. പെർട്ടിക്കുലേഴ്സ് കോളം, 2 ഇയർ കോളം, കറണ്ട് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ. ദെൻ ഇഫക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇഫക്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, രണ്ടിനും ഓരോ കോളം കൊടുക്കാം. ഇൻക്രീസ് കോളം, ഡിക്രീസ് കോളം. എന്നിട്ട് കറണ്ട് അസറ്റ് ആദ്യം എടുത്ത് എഴുതാം. കറണ്ട് അസറ്റുകളൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എടുത്ത് എഴുതാം. ഇവിടെ കറണ്ട് അസറ്റ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അല്ലെ. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇങ്ങനെ തന്നെ എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് 60,500 68,000 ആയിട്ട് കൂടി. ഫസ്റ്റ് സ്റ്റോക്ക് ആണ് തന്നിട്ടുള്ളത്. 60,500 ഉള്ളത് 68,000 ആയി. എന്ന് വെച്ചാൽ 7,500 കൂടിയിട്ടുണ്ട്. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 7,500 എഴുതി. അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 90,500 ഉള്ളത് 85,000 ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ എത്ര കുറഞ്ഞു? 5,500 കുറഞ്ഞു. സോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 5,500 കുറഞ്ഞതാണ്. അതുകൊണ്ട് ഡിക്രീസ് കോളത്തിൽ 5,500 എഴുതി. ഇതിനടുത്തത് ക്യാഷ് 71,500 ഉണ്ടായിരുന്നു. അത് ഈ വർഷം 1,35,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ക്യാഷ് ഇത്രയും കൂടി 63,500 ക്യാഷ് കൂടിയിട്ടുണ്ട്. 63,500. അപ്പൊ ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ഇനി കറണ്ട് അസറ്റ് ഫുൾ എഴുതി കഴിഞ്ഞു. കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്യാം. കറണ്ട് അസറ്റ് 2 വർഷത്തെ ടോട്ടൽ ചെയ്ത് എഴുതി വെക്കാം. കറണ്ട് അസറ്റ് ഇവിടെ 2,25,500 2,08,000. സോ കറണ്ട് അസറ്റ് നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചു. ഇനി കറണ്ട് ലാബിലിറ്റീസ് എടുത്ത് ചെയ്താം. കറണ്ട് ലാബിലിറ്റീസ് ബാലൻസ് ഷീറ്റിൽ നോക്കാം. കറണ്ട് ലാബിലിറ്റീസ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ കറണ്ട് ലാബിലിറ്റി ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ്. ബാക്കിയുള്ളതൊന്നും കറണ്ട് ലാബിലിറ്റി അല്ല. ഷെയർ ക്യാപിറ്റലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പിന്നെ ഉള്ളത്. സോ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 53,000 35,000 ആണ് വാല്യൂ. അത് കൊടുക്കാം. ഇപ്പൊ കറണ്ട് ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്. 53,000 ആൻഡ് 35,000. കറണ്ട് ലാബിലിറ്റി ക്രെഡിറ്റേഴ്സ് ഇവിടെ ഡിക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. 53,000 ഉള്ളത് 35,000 ആയി. 18,000 ഡിക്രീസ് ആണ് ചെയ്തത്. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് ഇൻക്രീസ് കോളത്തിൽ എഴുതണം. സോ 18,000 നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി. ഇനി കറണ്ട് ലാബിലിറ്റീസ് വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് കറണ്ട് ലാബിലിറ്റീസ് ടോട്ടൽ ചെയ്യാം. കറണ്ട് ലാബിലിറ്റീസ് ഇവിടെ 53,000 മാത്രമേ ഉള്ളൂ. അത് ടോട്ടൽ ചെയ്യാം. 2020 35,000. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റീസ് മൈനസ് ചെയ്യാം. കറണ്ട് അസറ്റിന്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലാബിലിറ്റിയുടെ ടോട്ടൽ മൈനസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. സോ അടുത്ത സ്റ്റെപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. ഇവിടെ കറണ്ട് അസറ്റ് 2,25,500, കറണ്ട് ലാബിലിറ്റി 53,000. അപ്പോൾ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ 1,69,500. ഓക്കെ, അതേപോലെ 2020 ചെയ്യാം. 2020 2,88,000 മൈനസ് 35,000. സോ 2,53,000. അപ്പോൾ 2019 വർക്കിംഗ് ക്യാപിറ്റൽ 1,69,500 ആയിരുന്നു. 2020 ആയപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ 2,53,000 ആയിട്ട് കൂടി. അപ്പൊ എത്ര കൂടിയിട്ടുണ്ട് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്ര ഡിഫറൻസ്? 83,500 ആണ് ഡിഫറൻസ്. അതെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. സ്റ്റെപ്പ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എഴുതാം. എവിടെ എഴുതുന്നത്? ഇവിടെ എവിടെയാണ് കുറവുള്ളത് അവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് കുറവുള്ളത്. 2019 കുറവുള്ളത് അവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ 83,500 നമ്മൾ 2019 ഇട്ട് കൊടുക്കും. 2,53,000 ബാലൻസ് ചെയ്തു. ഇവിടെയും 2,53,000. ഇനി ഇഫക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലില്, ഇഫക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിലും അത് ഈ 83,500 ഇട്ട് കൊടുക്കണം. അതെവിടെ ഇട്ട് കൊടുക്കുക? ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഡിക്രീസ് കോളത്തിലായതാണ്. കാരണം ഇൻക്രീസ് കോളത്തിൽ ഇവിടെ അത്രയും എമൗണ്ടിന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇൻക്രീസ് കോളത്തിൽ അത്രയും എമൗണ്ട് കൂടുതൽ ഉണ്ടാവും. 83,500 കൂടുതലായിരിക്കും ഇവിടെ.
അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്രീസ് കോളത്തിലാണ് എമൗണ്ട് എഴുതാം. സോ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡിക്രീസ് കോളത്തിലാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 89,000 രണ്ട് കോളത്തിലും 89,000 കിട്ടി. ഇനി ഈ 83,500 ആണ് നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇത് എവിടെ എഴുതേണ്ടത്? ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ വരും. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ള കേസ് സൈഡിലാണ് നമ്മൾ 83,500 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വേണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതണ്ടേ? അപ്പൊ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇവിടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. 7,000 15,500 തമ്മിലുള്ള ഡിഫറൻസ്. അത് നമുക്ക് ഇനി അക്കൗണ്ട് വരച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യൽ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ 7,000 ഇവിടെ ചെയ്തു. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ഡെബിറ്റ് ചെയ്യൽ ചെയ്തു 15,500. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ബാലൻസിങ് ഫിഗർ 8,500. ഇതിവിടെ അക്കൗണ്ട് വരക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അക്കൗണ്ട് വരക്കേണ്ടി വരും. അത് ഡെബിറ്റ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അപ്പൊ ഡിഫറൻസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കാം. ഇനി സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കണം. എന്തെങ്കിലും അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ക്യാപിറ്റല്, ഷെയർ ക്യാപിറ്റല്, അതുപോലെ ഡിബെഞ്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ കറണ്ട് അസറ്റിലും കറണ്ട് ലാബിലിറ്റിയിലും വന്നിട്ടുള്ള ഇൻക്രീസും ഡിക്രീസും ഒക്കെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്താണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്താണ്. ഇനി നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റും ലാബിലിറ്റിയിലും ഉണ്ടാവുന്ന ചേഞ്ച് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിൽ വരിക. രണ്ടും കറണ്ട് ആയിട്ട് ആണെങ്കിൽ അത് ഫണ്ടിന്റെ ഇതിൽ വരില്ല, നമ്മൾ പഠിച്ചതാണ്. ഫണ്ടിനെ അഫക്ട് ചെയ്യൂല. ഇപ്പൊ ഇവിടെ ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുക. 2 lakh ഉള്ളത് 2,87,500 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ 87,500 ഇഷ്യൂ ഓഫ് ഷെയർ ആണ്. സോ ഇഷ്യൂ ഓഫ് ഷെയർ 87,500 എഴുതും. ഓക്കെ, സോഴ്സിൽ ഇഷ്യൂ ഓഫ് ഷെയർ 87,500. പിന്നെ പ്ലാന്റ് നമ്മൾ അവിടെ ചെയ്തിരുന്നു. പ്ലാന്റ് 87,500 ഉള്ളത് പ്ലാന്റ് ഉണ്ടായിരുന്നത് 37,500 ഉള്ളത് 50,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. പ്ലാന്റ് 37,500 ഇൻക്രീസ് ടു 50,000. സോ 12,500 പ്ലാന്റ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പുതിയത് പർച്ചേസ് ചെയ്താണ്. അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. പർച്ചേസ് ഓഫ് പ്ലാന്റ് 12,500. പിന്നെ അതുപോലെ ഇൻക്രീസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കിയപ്പോൾ ഇൻക്രീസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ 83,500 കിട്ടിയിട്ടുണ്ട്. സോ 83,500 ഇവിടെ അപ്ലിക്കേഷൻ സെറ്റിൽ ചെയ്തു. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 8,500 ആണ് കിട്ടിയത്. ഇനി ഇത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ സോഴ്സും ആപ്ലിക്കേഷനും കറക്റ്റ് ആയിട്ട് കിട്ടണം, ടാലി ആവണം. 96,000 ആണ് ഇവിടെ. 96,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? നമ്മൾ ആദ്യം കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും അനലൈസ് ചെയ്തു. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കി. അതിൽ മനസ്സിലാക്കിയ 83,500 നമുക്ക് കറണ്ട് അസറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 83,500 വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്.
എങ്ങനെയാണ് 83,000 ഇൻക്രീസ് വന്നത് എന്നാണ് നമ്മൾ എവിടെ കണ്ടെത്തിയത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പൊ അതില് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് 87,500 അങ്ങനെ ഫണ്ട് വന്നു. അതൊരു സോഴ്സ് ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിലൂടെ, ബിസിനസ് ഓപ്പറേഷനിലൂടെ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് 8,500 വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 96,000 നമുക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ചെലവാക്കിയത് എന്ത് മാത്രമാണ്? ഫണ്ടിൽ നിന്നും എടുത്ത് ചെലവാക്കിയത് 12,500 മാത്രമാണ്. പർച്ചേസ് ഓഫ് പ്ലാന്റ് മാത്രമേ നമുക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുള്ളൂ, 12,500. സോ ബാക്കിയുള്ള എമൗണ്ട് അത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു 83,500. ഓക്കെ, അത് അപ്ലിക്കേഷൻ ആണ്. ഈ ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്തത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 83,000 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. From the balance sheet of X Limited, make out a schedule of changes in working capital and fund flow statements. ഇത് കുറച്ചുകൂടെ വലിയൊരു ബാലൻസ് ഷീറ്റ് ആണ്, നേരത്തെ ചെയ്തതിനാണെങ്കിൽ കുറച്ചുകൂടെ വലിയ. ലാബിലിറ്റി സൈഡില് ഇനി നോക്കുമ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കണം അതിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി. ഇക്വിറ്റി ക്യാപിറ്റൽ 3 lakh ഉള്ളത് 4 lakh ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1,00,000 ഷെയർ പുതിയത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ സോഴ്സിൽ 1,00,000 വരണം. ഇതിനടുത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 ഉള്ളത് 1,00,000 ആയിട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 ഉള്ളത് 1,00,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തു. 50,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർ കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് പൈസ കൊടുത്തു. അത് അപ്ലിക്കേഷൻ ആണ്. ഇൻക്രീസ് ചെയ്താൽ അത് സോഴ്സ് ആണ്, ഡിക്രീസ് ചെയ്താൽ അത് അപ്ലിക്കേഷൻ ആണ്. ജനറൽ റിസർവ് 40,000 ആയിരുന്നു, ഇപ്രാവശ്യം അത് 70,000 ആണ്. അപ്പൊ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് വരും. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എവിടെ വരിക? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റിൽ നിന്ന് റിസർവിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് അല്ലെ? ജനറൽ റിസർവ് 40,000 ഉള്ളത് 70,000 ആയി. ട്രാൻസ്ഫർ ടു റിസർവ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റമാണ് ട്രാൻസ്ഫർ ടു റിസർവ്. ദെൻ അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 30,000 48,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അവിടെ അതിനെ അഫക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാൻസ്ഫർ ടു റിസർവ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഓക്കെ, ജനറൽ റിസർവ് 40,000 ഉള്ള 70,000 ആയിട്ടുണ്ട്. അപ്പോൾ റിസർവിലേക്ക് 30,000 കൂടിയിട്ടുണ്ട്, റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ളവർക്ക് ആഡ് ചെയ്യണം. പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 42,000 ഉള്ളത് 50,000 ആയി. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറണ്ട് ഐറ്റമായി കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അത് നോൺ കറണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 42,000 ആയിരുന്നു, ഇത്തവണ അത് 50,000 ആണ്. അപ്പൊ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിൽ നമ്മൾ പഠിച്ചത് ഡ്യൂറിംഗ് ദ ഇയർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള എത്രയാണോ, കറണ്ട് ഇയറിൽ പുതുതായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള എത്രയാണോ അതാണ് എവിടെ എടുക്കുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത്. എന്നാൽ ഡിവിഡൻഡ് പെയ്ഡ് ആണ് എവിടെ എടുക്കുന്നത്? ഡിവിഡൻഡ് പെയ്ഡ് ആണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എടുക്കുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഡ്യൂറിംഗ് ദ ഇയർ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലേക്ക്. ഡ്യൂറിംഗ് ദ ഇയർ പുതുതായിട്ട് ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനടുത്തത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഒക്കെ കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി ഒക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമേ എടുക്കുള്ളൂ. ബിൽസ് പേബിൾ കറണ്ട് ലാബിലിറ്റി ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമേ എടുക്കുള്ളൂ. പ്രൊവിഷൻ ഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രത്യേക ഐറ്റം ആയിട്ട് പഠിച്ചതാണ്.
അത് കറണ്ട് ലിയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ലിയബിലിറ്റി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ എടുക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഇങ്ങനെ 2 വർഷത്തെ പ്രൊവിഷനാണ് തന്നിട്ടുള്ളത്, ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിൽ പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്, ടാക്സേഷന് വേണ്ടി പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് എത്രയാണോ അത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും. എന്നാൽ കറണ്ട് ഇയറിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെയ്യും? അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലേക്ക്, ടാക്സ് പെയ്ഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലേക്കും. പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇത്രയായിട്ടാണ് ലാബിലിറ്റി സൈഡിലുള്ളത്. ഇനി അസറ്റ് സൈഡിൽ ഗുഡ് വിൽ 1,15,000 ഉണ്ട്, അത് 90,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഗുഡ് വിൽ ഒരു 25,000 കുറവുണ്ടല്ലേ? 25,000 കുറവുണ്ട് ഗുഡ് വില്ല്. അതെന്താണ്? ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തതാണ്. യെസ്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തതാണ്. ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്താൽ എവിടെ എടുക്കുന്നത്? നമ്മള് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും. ഇതിനടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. 2 lakh ഉള്ളത് 1,70,000 ആയിട്ട് കുറഞ്ഞു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലക്ഷം ഉള്ളത് 1,70,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രിസിയേഷന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ നോക്കണം. എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കൺസിഡർ ചെയ്തിട്ട് വേണം പുതിയത് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ വിറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കണം. ഓക്കെ, ഡിപ്രിസിയേഷനും ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ഡിപ്രിസിയേഷനും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് കൂടെ തയ്യാറാക്കേണ്ടി വരും. ദെൻ അടുത്തത് പ്ലാന്റ് ആണ്. പ്ലാന്റ് ഇതുപോലെ 80,000 2 lakh ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ് 2 lakh ആയിട്ട് കൂടിയിട്ടുണ്ടെന്ന് പ്ലാന്റ് പുതിയത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അവിടെ ഡിപ്രിസിയേഷനും പ്ലാന്റിന്റെ ഡിപ്രിസിയേഷൻ എത്രയും നോക്കണം. ആ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ട് വേണം അത് കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഒരു പ്ലാന്റ് അക്കൗണ്ടും ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ ഡെപ്റ്റേഴ്സ് ആണ് അടുത്തത്. ഡെപ്റ്റേഴ്സ് കറണ്ട് ലിയബിലിറ്റി ആണ്, കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കൺസിഡർ ചെയ്യും. അപ്പൊ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റെസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത്രയും ഐറ്റംസ് ഇതൊക്കെ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റുകളൊക്കെ നമ്മൾ അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ എടുത്തിടും. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ ഡിപ്രിസിയേഷൻ 10,000 and 20,000 have been charged on plant and land building respectively in 2020. Depreciation 10,000 20,000 ചാർജ് ചെയ്തിട്ടുണ്ട് പ്ലാന്റിനും ലാൻഡ് ആൻഡ് ബിൽഡിംഗിനും. പ്ലാന്റിന് 10,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗിന് 20,000. പിന്നെ പറയുന്നത് ഇന്ററിം ഡിവിഡന്റ് ₹20,000 ഹാസ് ബീൻ പെയ്ഡ്. ഇന്ററിം ഡിവിഡന്റ് 20,000 പേ ചെയ്തിട്ടുണ്ട് 2020. ഓക്കെ, ഇപ്പൊ 2019 ഇവിടെ നോക്കുക. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് 2019 42,000 ഡിവിഡന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആ ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ടോ, 2019 കൊടുക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമുക്കത് കൊടുത്തിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്യണം. കാരണം പിന്നെ അടുത്ത വർഷം ഇന്ററിം ഡിവിഡന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം ഇന്ററിം ഡിവിഡന്റ് 20,000 കൊടുത്തിട്ടുണ്ട്. സോ ഈ 42,000 അവിടെ കൊടുത്തു പോയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അത് നമ്മൾ അസ്യൂം ചെയ്യണം അത് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ വർഷം 20,000 ഇന്ററിം ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ട്. Then income tax ₹35,000 has been paid. 2020 ഇൻകം ടാക്സ് 35,000 കൊടുത്തിട്ടുണ്ട്. സോ ഇൻകം ടാക്സ് പെയ്ഡ്, അതുപോലെ ഡിവിഡന്റ് പെയ്ഡ് ഒക്കെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അത് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടേഷനിലേക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റുകളൊക്കെ ആദ്യം എടുത്ത് എഴുതാം. കറണ്ട് അസറ്റ് ഒക്കെ അതിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്തു. കറണ്ട് അസറ്റിൽ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റെസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത്രയായിട്ടാണ് ഉള്ളത്. അതിന്റെ 2 എമൗണ്ട് കോളവും എടുത്ത് എഴുതി. അതിൽ ഇൻക്രീസ് ഉള്ളവർക്ക് ഇൻക്രീസ് കോളത്തിൽ എമൗണ്ട് എഴുതി. 1,60,000 ഉള്ളത് 2 ലക്ഷമായി, 40,000 ഇൻക്രീസ് ചെയ്തു.
ഓക്കെ, ഇവിടെ 40,000 ഇൻക്രീസ് ചെയ്ത് 1,60,000 ഉള്ളത് 2 ലക്ഷമായി. ദെൻ 77,000 ഉള്ളത് 1,09,000 ആയിട്ട് കൂടി. അപ്പോൾ ഇവിടെ 32,000 ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, 32,000. 20,000 30,000 ആയിട്ട് കൂടി, അവിടെ 10,000 ഇൻക്രീസ് ചെയ്തു. ദെൻ 15,000 ക്യാഷ് 15,000 ഉള്ളത് 10,000 ആയിട്ട് കുറഞ്ഞു, 5,000 കുറഞ്ഞു. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 5,000. ബാങ്കിലുള്ള പൈസ 10,000 ഉണ്ടായിരുന്നത് 8,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2,000 ഡിക്രീസ് ആണ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 2,000. ഇനി കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്യാം. കറണ്ട് അസറ്റ് 2019 ടോട്ടൽ ചെയ്തപ്പോൾ 2,82,000 കിട്ടി. 2020 ടോട്ടൽ ചെയ്തപ്പോൾ 3,57,000 കിട്ടി. ഇനി കറണ്ട് ലാബിലിറ്റീസ് എടുത്ത് ചെയ്തു. കറണ്ട് ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത് അല്ലെ. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റീസ് എല്ലാം നമുക്ക് കറണ്ട് ലാബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ മാത്രമാണ്. മറ്റുള്ള പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസൽ ഡിവിഡൻഡും ഒക്കെ നമ്മൾ നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, കറണ്ട് ലാബിലിറ്റി ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ മാത്രമാണ് എടുക്കുന്നത്. സോ അതെടുത്ത് എഴുതാം. ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും എമൗണ്ട് എടുത്ത് എഴുതി. അതിലുണ്ടായിട്ടുള്ള ചേഞ്ച് ക്രെഡിറ്റേഴ്സ് കൂടിയേക്കാണ്. ക്രെഡിറ്റേഴ്സ് 55,000 ഉള്ളത് 83,000 ആയിട്ട് കൂടി. 28,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ലാബിലിറ്റി കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് കോളത്തിലായിരുന്നു. സോ ഡിക്രീസ് കോളത്തിൽ 28,000. ബിൽസ് പേബിൾ ഇവിടെ കുറഞ്ഞു. 20,000 ഉള്ളത് 16,000 ആയിട്ട് കുറഞ്ഞു. 4,000 ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. 4,000 ഡിക്രീസ് ചെയ്തു. വർക്കിംഗ് ക്യാപിറ്റൽ 4,000 ഇൻക്രീസ് ആണ്. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ഇനി കറണ്ട് ലാബിലിറ്റി ടോട്ടൽ ചെയ്യാം. കറണ്ട് ലാബിലിറ്റിയുടെ ടോട്ടൽ 2019 75,000, 2020 99,000. ഇനി 2019 കറണ്ട് അസറ്റ് നിന്ന് കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്തു. അപ്പൊ 2,07,000 വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. 2020 വർക്കിംഗ് ക്യാപിറ്റൽ 2,58,000. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, കഴിഞ്ഞ വർഷം 2,07,000 വർക്കിംഗ് ക്യാപിറ്റൽ, ഈ വർഷം 2,58,000. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 51,000. ഏത് കോളത്തിലാണ് എഴുതേണ്ടത്? എവിടെയാണ് കുറവുള്ളത്? കുറവുള്ളിടത്തില്ല. കാരണം നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. സോ 51,000 ബാലൻസിംഗ് ഫിഗർ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ ഡിക്രീസ് കോളത്തിൽ ഇവിടെ എഴുതും, അവിടെയാണ് കുറവുള്ളത്. സോ എന്നിട്ട് ടോട്ടൽ ചെയ്യാം. 2,58,000 എമൗണ്ട് കോളത്തിൽ വന്നു. ഇൻക്രീസ് ഡിക്രീസ് കോളത്തിൽ 86,000 കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടത് വർക്കിംഗ് ക്യാപിറ്റൽ 51,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 51,000 ഇൻക്രീസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രൊപ്പോസൽ ഡിവിഡൻഡും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ഉണ്ട്. അതിന്റെ 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രൊപ്പോസൽ ഡിവിഡൻഡ്, ആദ്യം പ്രൊപ്പോസൽ ഡിവിഡൻഡ് തയ്യാറാക്കാം. പ്രൊപ്പോസൽ ഡിവിഡൻഡിന്റെ 2 വർഷത്തെ ബാലൻസ് വന്നിട്ടുണ്ട്. പ്രൊപ്പോസൽ ഡിവിഡൻഡ് നമുക്കറിയാം, അതൊരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. പ്രൊപ്പോസൽ ഡിവിഡൻഡ് ലാബിലിറ്റി സൈഡിൽ വരുന്നൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അസറ്റ് സൈഡിൽ വരുന്നതിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പൊ പ്രൊപ്പോസൽ ഡിവിഡൻഡ് ഓപ്പണിംഗ് ബാലൻസ് 42,000 എടുത്ത് ചെയ്താൽ, ക്ലോസിംഗ് ബാലൻസ് 50,000. അത് 2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൊപ്പോസൽ ഡിവിഡൻഡ് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് കൊടുത്ത് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റിൽ നിന്ന് എഴുതാം, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റിൽ എഴുതാം. അങ്ങനെ എഴുതുന്നത് എന്താ നമുക്കറിയാമല്ലോ. ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. പ്രൊപ്പോസൽ ഡിവിഡൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇനി പ്രൊപ്പോസൽ ഡിവിഡൻഡില് ഡിവിഡൻഡ് പെയ്ഡ് എവിടെ എഴുതുന്നത് നമ്മൾ പഠിച്ചത്? പ്രൊപ്പോസൽ ഡിവിഡൻഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഡിവിഡൻഡ് പെയ്ഡ് എഴുതുന്നത്. കാരണം ഇത്രയും ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 42,000. അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിലായിരുന്നത്. ഇപ്പൊ ഡിവിഡൻഡ് പെയ്ഡ് ഇവിടെ 42,000 ഡിവിഡൻഡ് പെയ്ഡ് പ്രീവിയസ് ഇയറിലെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് പേ ചെയ്തിട്ടുള്ള അസംഷനിൽ നമ്മൾ അത് ഇവിടെ എഴുതുന്നു. ക്യാഷ് ഡിവിഡൻഡ് പെയ്ഡ് 42,000. ദെൻ അതോടൊപ്പം ഇന്ററിൻ ഡിവിഡൻഡ് പേ ചെയ്ത ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് ക്യാഷ് ഇന്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് 20,000 എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി.
ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 50,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനിയുള്ള ഡിഫറൻസ് ആണ് എന്ത്? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ബാലൻസിംഗ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡന്റ് പ്രപ്പോസൽ ഡ്യൂറിംഗ് ദ ഇയർ ആണ്. കറണ്ട് ഇയറിൽ ഡിവിഡന്റ് പ്രപ്പോസ് ചെയ്ത് എത്രയാണെന്നുള്ളതാണ് 70,000. ഓക്കെ, ഇവിടെ 70,000 നമുക്ക് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? പ്രപ്പോസൽ ഡിവിഡന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇവിടെ ക്രെഡിറ്റ് സെൽ എഴുതി. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സെൽ എഴുതി. പിന്നെ ഡിവിഡന്റ് പെയ്ഡ് ഒക്കെ ഡെബിറ്റ് സെൽ എഴുതാം. അപ്പൊ ക്രെഡിറ്റ് സെല്ലിൽ കുറവാണ്. ക്രെഡിറ്റ് സെല്ലിൽ കുറവുള്ളതാണ് ഡിവിഡന്റ് പ്രപ്പോസൽ ഡ്യൂറിംഗ് ദ ഇയർ 70,000. അപ്പൊ ഈ 70,000 എന്ത് ചെയ്യണം? ഇനി ഈ 70,000 നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. ഇതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിങ് ഇതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സെൽ എഴുതി. ബാലൻസ് ഡ്രോട്ട് ഡൗൺ ക്രെഡിറ്റ് സെല്ലിൽ അതിന്റെ ബാലൻസ് എഴുതി. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സെല്ലിൽ വരാം. ക്ലോസിംഗ് ബാലൻസ് അതിന്റെ ഡെബിറ്റ് സെല്ലിലേക്ക് 50,000. ഇനി അതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ഡെബിറ്റ് സെല്ലായിരുന്നു. ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 35,000 ടാക്സ് പെയ്ഡ് ഡെബിറ്റ് സെല്ലിൽ. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസിംഗ് ഫിഗർ 45,000 ആണ്. ഈ 45,000 എന്താണ്? പ്രൊവിഷൻ മെയ്ഡ് ഇയർ ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 45,000. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റമാണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സെല്ലിൽ 30,000. ക്ലോസിംഗ് ബാലൻസ് 48,000 ഡെബിറ്റ് സെല്ലിൽ. ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഡെബിറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ആഡ് ചെയ്യണമെന്നുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഡെബിറ്റ് ചെയ്യാം. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ട്രാൻസ്ഫർ ടു റിസർവ്, പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഓക്കെ, ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിൽ തയ്യാറാക്കിയിട്ട് കിട്ടിയ 70,000 ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 45,000 അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസിംഗ് ഫിഗർ ക്രെഡിറ്റ് സെല്ലിൽ ബാലൻസിംഗ് ഫിഗർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എന്നാൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അത് ഫണ്ട് ലോസ്റ്റ് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 2,18,000 കിട്ടി. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നേരത്തെ പറയുന്നു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ. ഷെയർ 3 ലക്ഷമുള്ള 4 ലക്ഷമായിട്ട് കൂടി 1 lakh ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഓക്കെ, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉള്ളത് 1,70,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രിസിയേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ 20,000 ആണ്. 20,000 ഡിപ്രിസിയേഷൻ. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലക്ഷം ആയിരുന്നു. അതിന് 20,000 ഡിപ്രിസിയേഷൻ കുറച്ച് ബാക്കി 1,80,000 ഉണ്ടാവാം. 2 ലക്ഷം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിന് 20,000 ഡിപ്രിസിയേഷൻ കുറക്കുമ്പോൾ ബാക്കി 1,80,000. അത് വിറ്റത് 1,70,000. അപ്പൊ 10,000 ആണ് നഷ്ടം. ഓക്കെ, അപ്പൊ 10,000 നഷ്ടം. ഓക്കെ, വിറ്റതായിട്ടല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? സെയിലാണ്. ഓക്കെ, 10,000. ഓക്കെ, ഞാൻ പറഞ്ഞിടത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യനോടെ
ഓക്കെ, ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 ആണ് അല്ലേ? സെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? സെയിലാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലാക്ക് ഉള്ളത് 1,70,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 30,000 കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റ് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് വിറ്റ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഡിപ്രിസിയേഷൻ 20,000 ആണ്. ഡിപ്രിസിയേഷൻ 20,000 കുറച്ച് കഴിഞ്ഞാൽ 1,80,000 ആണ് വരുന്നത്. 2 ലാക്ക് മൈനസ് 20,000 1,80,000. അപ്പൊ 1,80,000 ഉണ്ടായ വസ്തു, വാല്യുള്ള വസ്തു ഇപ്പൊ 1,70,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10,000 സെയിം. ഓക്കെ, കേൾക്കുന്നില്ലേ? സോ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലാക്ക് ഉള്ളത് 1,78,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഡിപ്രിസിയേഷൻ 20,000 ഉണ്ടായിരുന്നു, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടും വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ 10,000 മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ 10,000 സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ ഐറ്റം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സോഴ്സിലാണ് നമ്മൾ എഴുതുന്നത്. ഫണ്ട് ഫ്ലോ ഓപ്പറേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്താണ് 2,18,000 എന്ന്. ഇനി അപ്ലിക്കേഷനിൽ പ്രിഫറൻസ് ഷെയർ നമ്മൾ പറഞ്ഞു, പ്രിഫറൻസ് ഷെയർ 50,000 കുറവ് കാണുന്നുണ്ട്, അത് റിഡീം ചെയ്തതാണ്. അപ്പൊ 50,000 അപ്ലിക്കേഷൻ ആയിട്ട് എഴുതണം. ഇനി പ്ലാന്റ് 1,30,000 പർച്ചേസ് ചെയ്തു. അതെങ്ങനെ കണ്ടെത്തിയത്? പ്ലാന്റ് നോക്കാം. പ്ലാന്റ് ഇവിടെ 80,000 ആണ് ഉണ്ടായിരുന്നത്, അത് 2 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1,20,000 പ്ലാന്റിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇത് പ്ലാന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മാനുവലി ചെയ്ത് നോക്കിയാൽ മതി. പ്ലാന്റ് 80,000 ആണ്, അതിന്റെ ഡെപ്രിസിയേഷൻ 10,000. 10,000 പ്ലാന്റിന്റെ ഡെപ്രിസിയേഷൻ ഉണ്ട്. അപ്പൊ 80,000 10,000 കുറച്ച് 70,000. 70,000 ഉണ്ടായിരുന്നത് 2 ലക്ഷമാണ് ഇപ്പൊ കാണുന്നത്. എന്ന് പറഞ്ഞാൽ 1,30,000 പ്ലാന്റ് പുതിയത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ പർച്ചേസ് ഓഫ് പ്ലാന്റ് 1,30,000 പുതുതായിട്ട് പർച്ചേസ് ചെയ്തതാണ്. സോ പർച്ചേസ് ഓഫ് പ്ലാന്റ് അപ്ലിക്കേഷൻ ആണ് 1,30,000. പിന്നെ ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ പഠിച്ചു. ഡിവിഡൻഡ് പെയ്ഡ് ഇന്റർവ്യൂ ഡിവിഡൻഡ് ഉണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് രണ്ടും പേ ചെയ്തിട്ടുണ്ട്. രണ്ടോടെ കൂട്ടി 62,000. ഇൻകം ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 35,000. പിന്നെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അപ്ലിക്കേഷൻ സൈഡിലാണ് ഇത് 51,000. ഇത് ചെയ്യുമ്പോൾ രണ്ട് ഭാഗം ടാലി ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? നമ്മുടെ പിന്നെ GST ക്ലാസ്സിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതെന്ത് നടന്നില്ല? GST ക്ലാസ് തിങ്കളാഴ്ച ഉണ്ടാവും. ഈ മൺഡേ ഞാൻ GST ക്ലാസ്സിന് ഓക്കെ വേറൊരാളെ ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ പിന്നെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോ ഇനി മൺഡേ ക്ലാസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, GSTയുടെ ക്ലാസ്. പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ഈ സിലബസിൽ വേറെയും കുറെ ടാക്സുകളൊക്കെ വരുന്നില്ലേ, ഈ ആക്ടുകളൊക്കെ കേരള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള? അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ കവർ ചെയ്യുന്നുണ്ടോ ഈ ഇവിടെ? അത് നമുക്ക് പുതിയ സിലബസ് വന്നതിന് ശേഷം കവർ ചെയ്യാം. കാരണം അതൊക്കെ ഇനി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ റെലവെന്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ റെലവെന്റ് ആണെന്ന് തോന്നുന്നതൊക്കെ നമുക്ക് ഇപ്പൊ എടുക്കും. അതായത് ഈ ഇൻഡയറക്ട് ടാക്സുകൾ മറ്റുള്ളതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ ഈ GST വന്നതുകൊണ്ട്. അപ്പൊ അതൊന്നും ഇനി ഉണ്ടാവില്ല. എന്നാലും നിലനിൽക്കുന്ന റെലവെന്റ് ആണെന്നുള്ള ടാക്സ് പിന്നെ പോർഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കവർ ചെയ്യാം.
എന്തായാലും സിലബസ് ഇപ്പോഴൊന്നും വന്ന് കാണുന്നില്ല. സിലബസ് വന്നാലും സമയം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപാട് കോച്ചിങ് സെന്ററുകളൊക്കെ അവർക്ക് ഓൾറെഡി ഉള്ള മറ്റു ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സജഷനൊക്കെ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഏരിയ റെലവെന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതെടുക്കാം. ഇപ്പം അതല്ല ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ FM ക്ലാസ് ചിലപ്പോൾ മിക്കവാറും പിന്നെ ഒരു 2-3 ക്ലാസ് കൊണ്ട് FM ക്ലാസ് കഴിയും അല്ലേ സാർ? അങ്ങനെയല്ലേ? അതെ അതെ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കൂടെ കഴിഞ്ഞാൽ അത് കഴിയും. അതെ. പിന്നെ നമുക്ക് ഈ അധികം ക്ലാസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അങ്ങനെ ഇത് മൊത്തം പെട്ടെന്ന് ക്ലോസ് ആകും. അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ക്ലോസ് ചെയ്യൂല. നമ്മൾ ഇനി ഈ ഫയാസ് സാർ അടുത്ത് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള സെഷൻസ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ FM ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ നമുക്ക് ക്ലാസ് ഇല്ലാതെ പോകുന്നില്ല. ആ ഒരു കണ്ടിന്യൂറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ടച്ച് നിലനിർത്തണം നമുക്ക് എക്സാം വരെ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ ശരിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു സർ.